Hello, I'm back after a long time. Big Boss Malayalam Season 7 റിവ്യൂ ചെയ്യാം എന്ന് ചിന്തിക്കുന്നു. Where do I begin? ഒരുപാട് തിങ്സ് പറയാനുണ്ട് ഗൈസ്. I don't know. Let's start off with Aryan's eviction. Do you guys really think it was fair? Such top 5-ൽ വരാൻ deserving ആയ ഒരു perfect Big Boss material. A guy at the age of 23. My goodness, I was actually super impressed after watching his exit interview with the Big Boss person. I don't know, like, I just felt it was not correct. I mean, അപ്പോഴാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ആക്ച്വലി ഇന്നലത്തോടെ എനിക്ക് മനസ്സിലായി പി ആറിൻ്റെ കളി എന്താണെന്ന്. സോ പി ആർ ഇസ് ആക്ച്വലി സോ പവർഫുൾ ദാറ്റ് ഇറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ബിഗ് ബോസിൻ്റെ ഡിസിഷൻ പോലും. I mean, they control everything from Big Boss to votings to everything. So, ഈ വട്ടം സീസൺ 7ൻ്റെ വിന്നർ ആരാണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം. അത് വളരെ ശക്തമായിട്ട് വർക്ക് ചെയ്യുന്ന അനുവിൻ്റെ പി ആറോ ഷാനവാസോ അനീഷോ, ഈ മൂന്നിൽ ഒരാളാണ്. അത് പിന്നെ അത് സ്ഥാപിച്ച് വെച്ചേക്കുവാണ്. അവിടെ നമുക്കൊരു മാറ്റം വരുത്താനില്ല. ബട്ട് നടന്നൊന്നും ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് എനിവേസ് പി ആർ അനുവിൻ്റെ സൂക്ഷിച്ചോണം കേട്ടോ. ബിക്കോസ് അവർ അക്ബറിൻ്റെയും നെവിൻ്റെയും പുറകിൽ ഇങ്ങനെ നടക്കുക. പക്ഷേ ലാസ്റ്റ് 100 കപ്പ് തൂക്കിക്കൊണ്ടങ്ങ് പോവും. അപ്പോൾ അനുമോളുടെ തലയിൽ ക്രൗണൊന്നും കാണത്തില്ല. സോ നിങ്ങൾ പ്രത്യേകിച്ച് നോക്കുക കേട്ടോ. ഒരാളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ചെറുക്കന്മാരെ എല്ലാവരെയും ഇറക്കാം എന്നുള്ള ഇത് ചെയ്യുവാണെങ്കിൽ യു ഗൈസ് വിൽ ബി ഫൂൾസ് അറ്റ് ദി എൻഡ്. ഏതായാലും ആര്യൻ ലൈക്ക് ലാലേട്ടൻ തന്നെ പറഞ്ഞ പോലെ ലൈക്ക് വെൽ പ്ലേഡ് മാൻ, what more do you want? Such a fantastic compliment received from the great legend and our token of like our picture with Laletan. Aryan kodutha sweegaranam from Big Boss and also at the airport was amazing, great. Pulli ഉരുളക്കുപ്പേരി കൊടുക്കുന്ന പോലെ എക്സിറ്റ് ഇൻ്റർവ്യൂവിൽ റിപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് എ പേഴ്സൺ ഓഫ് ദാറ്റ് ഏജ് ടു ഹാവ് സച്ച് ഡിസേൺമെൻറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഈച്ച് കണ്ടസ്റ്റൻറ്റ് ആൻഡ് ദ വേ ഹി പ്ലേഡ് ഫ്രം ടാസ്ക് ടു കോണ്ടൻറ്റ് എവറിതിങ് ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റ്. അത് പറയാതിരിക്കാൻ വയ്യ. വെരി റോങ് ഡെസിഷൻ ഫ്രം ബിഗ് ബോസ്. ഫെൽറ്റ് ലൈക്ക് ഇപ്പോൾ ഇന്നലത്തെ ഹോൾ എപ്പിസോഡ് കണ്ടപ്പം എനിക്ക് തോന്നി ലാലേട്ടൻ്റെയും ബിഗ് ബോസിൻ്റെയും ഹാൻഡ്സ് ആൻഡ് ടങ് ടൈഡ്. ദേ കുഡൻറ്റ് സ്പീക്ക് എനി വേർഡ്. ലൈക്ക് ഇപ്പോൾ സാബുമാൻ എൻഡ് ഓഫ് ദി എപ്പിസോഡിൽ പറയുന്ന പോലെ ലൈക്ക് രണ്ട് സൈഡും റോങ് ആണ്. ആരാണ് മോർ കറക്റ്റ് എന്ന് നോക്കുമ്പം മെന്നാണ് എൻ്റെ കണ്ണിൽ ഇച്ചൂടെ റൈറ്റ്. പാട്ട ഗേൾസ് എന്നാണ് എനിക്ക് ആക്ച്വലി പറയാൻ ഉദ്ദേശിക്കുന്നത്. പേട്ട ഇൻസ്റ്റെഡ് ഓഫ് പട്ട ഗേൾസ്. പാട്ട ഗേൾസ് നല്ല ശരിക്കും ബുള്ളി ചെയ്ത് ചെറുക്കന്മാരെ തൂക്കി ഒരു എൻഡിലാക്കി ഒരാളെ ത്രൂ ഔട്ട് ചെയ്തു. അവർ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് ഒന്നും തോന്നില്ല. ലാലേട്ടൻ അവരെയും കൂടെ കേൾപ്പിക്കണമായിരുന്നു. അവരെ എന്തിനാ വൈറ്റ് വാഷ് ചെയ്ത് അങ്ങ് വിട്ട് കളഞ്ഞെന്ന് എനിക്ക് ഒരു ക്ലൂ ഇല്ല. എനിക്ക് ഏറ്റവും ദേഷ്യം വന്നത് ഐ വാസ് തിങ്കിങ് ലൈക്ക് വൈ ഡിഡൻറ്റ് ലാലേട്ടൻ സേ എ വേർഡ്. ലൈക്ക് പുള്ളി അനുമോളിനോട് പറഞ്ഞു അവിടെ പോയി വെസലിൽ കഴുകാനുള്ള പാത്രങ്ങൾ കൊണ്ട് വരാൻ ഫ്രണ്ടിലോട്ട് പറഞ്ഞപ്പം പുള്ളിക്കാരി ഓവർ സ്മാർട്ട്നെസ് കാണിച്ചിട്ട് അവിടെ നിന്ന് എന്താ പറയുന്നത് ചോറ് വെച്ച് അക്ബറിൻ്റെ ആ പാത്രം എടുത്തുകൊണ്ട് വന്നേക്കുന്നു. അപ്പം അവരുടെ കണ്ണിലുള്ള കരട് കവർ ചെയ്തിട്ട് മറ്റുള്ളവരുടെ എന്താ പറയുന്നത് എക്സ്പോസ് ചെയ്യാൻ നോക്കി. ആ ഒരു ഓവർ സ്മാർട്ട്നെസ് അടവ് ലാലേട്ടൻ അപ്പം അവിടെ വെച്ച് തന്നെ ശരിക്കും കേൾപ്പിക്കേണ്ടതെന്ന് അനുമോൾ എന്തിന് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാതെ ഓവർ സ്മാർട്ട്നെസ് കാണിച്ചിട്ട് ആ പാത്രം കൊണ്ടുവന്നു. ഞാൻ ഇതാണോ ചോദിച്ചെന്ന് ഒരു വാക്കെങ്കിലും അവിടെ ചോദിക്കണമായിരുന്നു. ഐ ഫീൽ സോ ബാഡ്. ലൈക്ക് എന്തിനാ ജസ്റ്റ് എല്ലാവരും തെറ്റുകാർ. പെണ്ണുങ്ങൾ ആരും അവരവരുടെ ടാസ്കുകൾ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നില്ല, ഞാൻ ചെയ്യത്തില്ല, എന്ത് ചെയ്യും, വുമൻ കാർഡ് ഇറക്കുന്നു, എന്തൊക്കെയാ ചെയ്ത് കാട്ടുകൂട്ടിയ. ഐ ആം അപ്പ് ഫോർ ഫെമിനിസം. ഐ ലവ് women who stand for a right cause, but not women like them
who are actually manipulating situations to their favor. No, അത് കറക്റ്റ് അല്ല. അത് ഞാൻ യോജിച്ചു കൊടുക്കത്തില്ല. ആബ്സൊല്യൂട്ട്ലി ഒരുപാട് റോങ് തിങ്സ് ആണ് നടന്നത് ത്രൂ ഔട്ട് ദ എപ്പിസോഡ്. ഐ വിഷ് ലൈക്ക് ലാലേട്ടൻ എല്ലാവരെയും ഒന്ന് ശരിക്കും കേൾപ്പിച്ചായിരുന്നെങ്കിൽ. ഈ അനുവിൻ്റെ ആ ചിരി ത്രൂ ഔട്ട് ദ എപ്പിസോഡ്, ചിരിയല്ല, എന്തോ ഒരു ഈ അരുത്തി ചീള ചിരിയും എനിക്ക് അങ്ങോട്ട് സഹിക്കാനേ ഒത്തില്ല. ലൈക്ക് എന്തുവാ കാണിക്കുന്നത്, വലിയ ക്യൂട്ട്നെസ് വിതറുമായിരുന്നു. ലൈക്ക് അവൾ പറഞ്ഞല്ലോ നെവിൻ കിടന്ന് അതാ ചെയ്യുന്നത്, പിന്നെ അവളെന്താ ഇന്നലെ ചെയ്തത്, എന്തുവാ, ലൈക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ലൈക്ക് I don't know. I just was not very happy with the episode, the way it was taken. അനുവിനെ റോസ്റ്റ് ചെയ്ത് കുറേ വീക്സ്, ഒരു വട്ടം നെവിനെ റോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളിക്കാരി വലിയ ഹാപ്പിനെസ് കാണിച്ചത് എനിക്ക് തീരെ അങ്ങോട്ട് സഹിക്കാൻ ഒത്തില്ല. പിന്നെ ഐ ഡോണ്ട് നോ, ഷാനവാസ് തിരിച്ചു വന്നു. ഇപ്പോഴും ഐ ഹാവ് നോട്ട് കംപ്ലീറ്റ്ലി ബിലീവ്ഡ് ഇൻ ഹിസ് അറ്റാക്ക്. സാബുമാൻ ഇൻഫാക്ട് എൻഡ് ഓഫ് ദി എപ്പിസോഡിൽ പറയുന്നുണ്ട്, പാനിക് അറ്റാക്ക് ആയിരുന്നു അല്ലേ, എല്ലാവരും കൂടെ ലൈക്ക് ആ എം ടി പേപ്പർ ബാഗ് ത്രോ ചെയ്തപ്പം, നെവിൻ ത്രോ ചെയ്തപ്പം വന്നപ്പം. അപ്പം ഷാനവാസ് പുള്ളി കറക്റ്റ് ചെയ്തിട്ട് പറയാം, അല്ല ആ പേപ്പർ ബാഗ് കൊണ്ടിട്ട് എനിക്ക് ശരിക്കും അറ്റാക്കാണ് വന്നതെന്ന്. എനിക്കത് കേട്ടപ്പം എനിക്ക് ഇച്ചിരെങ്കിലും ഒരു വിശ്വാസം കൊടുക്കാം എന്ന് വിചാരിച്ചു ആസ് എ ഹ്യൂമൻ. പക്ഷെ അതും കൂടെ കേട്ടപ്പോഴത്തേക്ക് എനിക്കിപ്പം കംപ്ലീറ്റ്ലി മനസ്സിലായി പുള്ളി പക്ക ഫേക്കാണെന്ന്. പിന്നെ വലിയ ഹീറോ രുദ്ര പോലെ നടക്കുന്ന ആൾക്ക് ഒരു പേപ്പർ ബാഗ് കൊണ്ടപ്പോഴത്തേക്ക് അറ്റാക്ക് വന്നു. എനിവേസ് അതവിടെ വിടാം. ഏതായാലും ഷാനവാസ് തന്നെ പ്രൊവോക്ക് ചെയ്തു നെവിനെ, ആൻഡ് ഷാനവാസ് തന്നെ കോൺസിക്വൻസ് ബെയർ ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ നെവിനെ എല്ലാവരും കൂടെ ക്രൂശിക്കുന്നത് കണ്ടിട്ട് അതത്ര സുമാറ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ലാലേട്ടനും എപ്പിസോഡിൻ്റെ ഇടയ്ക്ക് ഒരു ഡയലോഗ് അടിച്ചത് എനിക്കിഷ്ടപ്പെട്ടു. where he says, ഷോനവാസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു, എല്ലാവരുടെയും വഴക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സാവകാശമായിട്ട് 8-9 മിനിറ്റ് കഴിഞ്ഞിട്ട് എണ്ണിച്ച് അത്രയ്ക്ക് സീരിയസ്നെസ് ഉണ്ടായിരുന്നെങ്കിൽ, പുള്ളി ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ പുള്ളി അത് ചിന്തിക്കണം. ലൈക്ക് ഒരു ഫൈറ്റിന് അങ്ങനെ പോകണോ, ലൈക്ക് ഒരു സ്റ്റാർട്ട് ചെയ്യണോ, പ്രൊവോക്ക് ചെയ്യണോ അങ്ങനെ. ആൻഡ് ഐ ഓണസ്റ്റ്ലി തിങ്ക് നെക്സ്റ്റ് സീസണിൽ ബിഗ് ബോസ് ഇനി കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരുമ്പം നിങ്ങൾ പ്ലീസ് ശ്രദ്ധിക്കുക. ലൈക്ക് നിങ്ങളിങ്ങനെ ക്രിട്ടിക്കൽ പ്രശ്നങ്ങളുള്ള എന്താ പറയുന്നത് കണ്ടസ്റ്റൻസിനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസ് പോലും അത് ബാധിക്കും. ബിക്കോസ് അവർ ഫുള്ളി ഫ്ലെഡ്ജ്ഡ് വേയിൽ കളിക്കാനൊക്കെ ഇതായി പോകും. സോ പ്ലീസ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഫോർ നെക്സ്റ്റ് സീസൺ. And anyways, I just felt like one of the most deserving top 5 ഒരു contestant ഇന്നലെ ഇറങ്ങിപ്പോയി. I still think Akbar is a well deserving contestant, and Nevin is in fact Sabuman is also a great human being ഉള്ള perspective നോക്കുമ്പം Anish I feel is fake. ഷോനവാസ്, ലൈക്ക് ഐ കോൾ ഹിം, ഇസ് ഓൾസോ ഫേക്ക്. അനു പിന്നെ ഭൂലോക ഫ്രോഡാണെന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്കറിയത്തില്ല മലയാളി ഓഡിയൻസസ് എന്തുവാ ചിന്തിക്കുന്നത്. ദാറ്റ് ഷീ എൻ്റെ കണ്ണിൽ നെവിൻ പറഞ്ഞ കൊടുത്ത ആ പേരാണ് പെർഫെക്റ്റ്, ആപ്റ്റ് ഫോർ ഹർ, വിച്ച് ഈസ് കുലസ്ത്രീ അല്ലേ, ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ. പുള്ളിക്കാരി എന്താ പറയുക, ഈ ഓഡിയൻസിൻ്റെ, മലയാളി ഓഡിയൻസിൻ്റെ ഇമോഷണൽ ആ ഒരു ഇതിനെ പിടിച്ച് ലൈക്ക് യൂസ് ചെയ്തങ്ങ് ഡ്രാമയുടെ അങ്ങേയറ്റം കളിക്കുക അവിടെ കിടന്ന്. എനിക്ക് പുള്ളിക്കാരിയെ ആസ് എ ഹ്യൂമൻ ബീങ് പോലും ഒരു റൈറ്റായിട്ട് തോന്നിയിട്ടില്ല. ബിക്കോസ് പുള്ളിക്കാരിയെ പോലും ഒരു മാനിപ്പുലേറ്റീവും അല്ലെ ഒരു ഹിപ്പോക്രൈറ്റ് എനിക്ക് തോന്നിയിട്ടേയില്ല. പുള്ളിക്കാരി ഒരു കാര്യം ചെയ്താൽ അത് ന്യായീകരിച്ച് അങ്ങ് ജസ്റ്റിഫൈ ചെയ്ത് ഒരു അങ്ങേയറ്റം വരെ സോറി പോലും പറയാതെ എസ്കേപ്പ് അടിക്കും അനേക സിറ്റുവേഷൻസിൽ. ആ സമയം ബാക്കി പല കണ്ടസ്റ്റൻസും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് സോറി എന്ന് പറയാനുള്ള മാന്യത, അല്ലെ ഒന്ന് ലൈക്ക് ഒരു ഹംബിളായി വരാനുള്ളൊരു ഇത് കണ്ടിട്ടുണ്ട്. ഈ പുള്ളിക്കാരി ഈഗോയിസ്റ്റിക് ആണ്, ആരഗൻ്റ് ആണ്. വിമൻ കാർഡ് ഇറക്കുന്നത്, ഓ മൈ ഗോഡ്. ആദിലയും നൂറയും ആ അനുവിനെ ഫ്രണ്ടാക്കി വെച്ചേക്കുന്നത് അവർക്ക് വോട്ട്സ് കിട്ടാനാണ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ മലയാളി ഓഡിയൻസ് ഇസ് നോട്ട് ഗെറ്റിംഗ് ദാൻ ആദില, അനു ആൻഡ് നൂറ ആർ ഫേക്ക് ദർ. നൂറയ്ക്ക് ഞാൻ ഒരു ഇത് കൊടുക്കാം, ക്രെഡിറ്റ് കൊടുക്കാം. ഷീ ഡിഡ്
superbly, a fantastic job on tasks. Like, you know, or compared to all the men, like എല്ലാരെയും beat ചെയ്ത് അവള് top 1-ൽ എത്തി. She deserves to be in top 5. But other than that, I do not justify their actions. They didn't do their tasks. അവർ പെർഫോം അവർ ചെയ്തില്ല അവരുടെ ഡ്യൂട്ടീസ്. വെസലിൻ്റെ ഡ്യൂട്ടി ആയാലും ഫ്ലോറിൻ്റെ ആയാലും ലൈക്ക് ഒന്നും അവർ ചെയ്തില്ല. ആൻഡ് അതിന് അവർ ന്യായീകരിച്ച് നമുക്ക് തരുവാണ് ജസ്റ്റിഫിക്കേഷൻസ്. ഐ വോണ്ട് ബൈ ഇറ്റ്. ഐ എം സോ സോറി. ലൈക്ക് യു നോ, എല്ലാവരും റോങ് ആയിരുന്നു. And I felt like Big Boss should have taken action not only just on Nevin or Akbar or Aryan, but throughout എല്ലാവർക്കും ഒന്ന് കൊടുത്താൽ കൊള്ളാം എന്ന് I felt. But yeah, ഇതെല്ലാം പോട്ടെ. ഏറ്റവും എനിക്ക് സഹിക്കാൻ ഒക്കാഞ്ഞ ഒരു തിങ്ങാണ് ഇന്നലെ നടന്നത്. എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഷാനവാസും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഷാനവാസിനുള്ള പണി ഇനിയും വരാൻ പോന്നേ ഉള്ളെന്ന് പറഞ്ഞു. അനു ചെയ്ത തെറ്റിന് അനുവിന് ഇനിയും പണി കിട്ടാൻ പോന്നേ ഉള്ളെന്ന് പറഞ്ഞു. നെവിൻ്റെ പണപ്പെട്ടി റദ്ദാക്കി. ഐ ഡു നോട്ട് അഗ്രി വിത്ത് ദാറ്റ്. ഐ മീൻ അതൊരു പക്ക അൺഫോർഗിവബിൾ, ലൈക്ക് എന്താ പറയുന്നത്, ഒരു എന്താ പറയുന്നത്, അക്സെപ്റ്റബിൾ ഒരു ഇതായിപ്പോയി. ലൈക്ക് ഒരു തിണ്ടിത്തരം എന്നൊക്കെ പറയാം. ബിക്കോസ് മണി ആർക്കാണ് വേണ്ടാത്തത്? എല്ലാവരും വരുന്നത് അവിടെ മണിക്ക് വേണ്ടിയാണ്. ആൻഡ് നെവിൻ ഐ തിങ്ക് comes from a little less privileged financial background. So I honestly wish പുള്ളിക്ക് അത് കിട്ടിയായിരുന്നെങ്കിൽ. ബിക്കോസ് നെവിൻ ശരിക്കും he is the only guy in that Big Boss who is nattalolloran, who can give back to Anu. I was very satisfied at every moment when അനുവിന് അവൻ തിരിച്ചു കൊടുക്കുമ്പം. അനു ചെയ്യുന്നു തെറ്റ്, കള്ളത്തരം കാണിക്കുന്നു, തൈര് മോഷ്ടിച്ചു പാത്ത് വെക്കുന്നു, അത് ഓക്കെയാണ്. അനു പാത്ത് കഴിക്കുന്നു, അത് ഓക്കെയാണ്. പക്ഷേ നെവിൻ അത് ചെയ്യുമ്പോൾ നെവിൻ കള്ളൻ, നെവിൻ ആക്രാന്ത കുട്ടൻ, ലൈക്ക് നോ, നെവിൻ ആ തൈര് അനുവിൻ്റെ ആ ബെഡിൽ നിന്ന് എടുത്ത് കഴിച്ചപ്പം അനു ആ കാറിൻ്റെ ആ ടാസ്കിലിരുന്നപ്പം എനിക്ക് ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു നെവിൻ. ഐ ആം ഗിവിങ് യു ലൈക്ക് എ ഹാറ്റ്സ് ഓഫ്. അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് നമുക്കൊക്കെ ആർക്കും ചെയ്യാനൊക്കാത്ത തിങ്സ് നെവിൻ അവിടെ കിടന്ന് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അതിന് നെവിനെ ശരിക്കും ഒരു ആണത്വം എന്ന് തന്നെ പറയണം. എനിവേസ്, പലതിങ്ങനെ ഉണ്ട് പറയാൻ. ഐ ഡോണ്ട് നോ വാട്ട് എൽസ് ടു സേ. യുനോ, ജസ്റ്റ് എന്താ പറയുന്നത്, അത്രയൊക്കെ ഉള്ളൂ പറയാൻ. ജസ്റ്റ് വാണ്ടഡ് ടു റാപ്പ് അപ്പ് സെയിങ് ആര്യൻസ് എവിക്ഷൻ ഭയങ്കര അൺഫെയർ ആയിപ്പോയി. അപ്പം ഇനി ആസ് ഓഡിയൻസ് വാട്ട് വി ക്യാൻ ഡു, ബിക്കോസ് സോഷ്യൽ മീഡിയ ഇസ് ദി ഓൺലി വേ we can influence Big Boss, and we can also, you know, voice our opinion and you know, spread our messages to Big Boss, and say that, you know, hope, still or last hope on that they choose the right winner and not a PR winner. That's all.